ഹലോ ഹായ് ഫ്രണ്ട്സ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുറ്റിപ്പാണലിനെ കുറിച്ച്? കുറ്റിപ്പാണൽ എന്നൊരു ചെടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് ചെടിയല്ല, ഇത് വളർന്ന ഒരു വലിയ മരമാകും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കുറ്റിപ്പാണൽ. കാണാവോ? ഇത്തേലൊരു ചെറിയ ഇത് കണ്ടോ, കുഞ്ഞ് പൂക്കളുണ്ടായി വരുന്നുണ്ടേ. കായ ഉണ്ടാകും, കൊച്ചു കായ. പക്ഷെ അത് വലുത് ഒരു കാപ്പിക്കുരുവിൻ്റെ മുഴുപ്പത്രയും ഉണ്ടാകും, കറുത്ത കായ. അത് പിന്നെ പൊട്ടിയാണല്ലോ അടുത്ത വേര് നമുക്കുണ്ടാകും വരുന്നത്. കണ്ടോ, ഇത് ഔഷധ സസ്യങ്ങളിൽ ഒന്നാമത്തെ ഒരു ചെടിയായത് കുറ്റിപ്പാണൽ. നമ്മൾ വീണ് കാലൊക്കെ ഉളുക്കുമ്പോഴും ചതവും ഒക്കെ പറ്റുമ്പോഴും അരച്ചിടാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇത്. ഇതിൻ്റെ ഇലയും കുറ്റിപ്പാണലിൻ്റെ ഇലയും മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് അരച്ചിട്ട് നമുക്ക് ആ ചതവും ഉളുക്കും ഒക്കെ പറ്റിയ ഭാഗത്ത് നമ്മൾ ഇടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇലയും കാടിയില്ലേ, കാടിവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരച്ചിടാം. മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ കാടിവെള്ളത്തിലോ അരച്ച് നമ്മൾ ഉളുവും ചതവും ഒക്കെ പറ്റിയ ഭാഗത്ത് നന്നായിട്ട് വയ്ക്കാം. നമ്മൾ മുരിങ്ങയില ഉപ്പും ഒക്കെ അരച്ച് വയ്ക്കുകയില്ല, അതുപോലെ. കണ്ടോ, ഇത് നല്ലവണ്ണം വളർന്ന് നല്ല പൊക്കം ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നല്ലോണം ഉണ്ടാകും. ആരെങ്കിലും കുറ്റിപ്പാണൽ കണ്ടാൽ വെട്ടിക്കളയില്ല കേട്ടോ, നല്ല ഔഷധമാണ്. കാണാവോ നിങ്ങൾക്ക്? ഇപ്പോൾ ഇത്തേലുണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ കാണാവോ? കുഞ്ഞു പൂവാണേ, കണ്ടോ? വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇത് കാണാവോ? കണ്ട, ഇത് കുഞ്ഞു കുഞ്ഞു കായ് ഇനി ഉണ്ടായി വരും, നിറച്ചുണ്ടായി വരും. നല്ല വലിയ അല്ലേ ഇതിൻ്റെ, നല്ല കണ്ടോ, നല്ല പോണ വളർന്നോളും നമ്മുടെ സ്ഥലത്ത്. ഇതിൻ്റെയൊക്കെ തൈ കിട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടു വയ്ക്കണം. കാണാം, കൊച്ചു കൊച്ചു പൊടിക്കൈകൾ ചെയ്യാൻ നമുക്കും ഇത് ഉപകരിക്കപ്പെടും. ആയുർവേദത്തിലൊക്കെ ഏറ്റവും പ്രധാന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കുറ്റിപ്പാണൽ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ തളുത്ത ഇലയാണ്, കണ്ടോ, വലുതാ. ഇതാണ് കുറ്റിപ്പാണൽ. ആരും ഈ ചെടി ഇനി എവിടെ കണ്ടാലും വിട്ടുകളയരുത്. അതിൻ്റെ തൈയാണേലും വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നട്ടുവയ്ക്കണം. എപ്പോഴും നമുക്കൊരാവശ്യം വരും. ആരാ ഒന്ന് ഓടി നടന്ന് വീഴാത്തതായിട്ട് ആരുമില്ല. നമുക്കെപ്പോഴും ഒരു ഉപകാരപ്പെടും. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.